നാട്ടിലും മറുനാട്ടിലുമായി ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.com-ന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അങ്ങ് അമേരിക്കൻ മണ്ണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മടിയിലെത്തി വിയർത്തു പൊരുതിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ വൈറൽ ദൃശ്യം മുതൽ കലാപകലുഷിതമായ മണിപ്പൂരിൽ ഒരു പിടി ലില്ലിപ്പൂക്കളുമായി സമാധാനത്തിലേക്ക് നയിക്കുന്ന മലയാളി കളക്ടർ വരെ സമ്പന്നമാണ് ഇന്നത്തെ ആഴ്ച. ആദ്യം അങ്ങ് വൈറ്റ് ഹൗസിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ഹോളിവുഡിലേക്ക് പോകാം. ടോം ക്രൂസിന്റെ ദ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന ചിത്രത്തിന്റെ റിലീസോടെ ഒരു ആക്ഷൻ യുഗത്തിന് വിരാമമാവുകയാണ്. ആരാധകരെ ആവേശത്തിലാഴ്ത്തുകയും അതേപോലെ നമ്പരത്തിലാഴ്ത്തുകയും ചെയ്ത ടോം ക്രൂസിന്റെ വിശേഷങ്ങളുമായി അമൽ ശശികുമാർ ചേരും. 1995 കാലഘട്ടം. ബ്രൂസ് ഗല്ലറിന്റെ മിഷൻ ഇമ്പോസിബിൾ എന്ന ടെലിവിഷൻ ഷോയ്ക്ക് ഒരു ചലച്ചിത്രാവിഷ്കാരം വേണമെന്ന് പാരമൗണ്ട് സ്റ്റുഡിയോസ് തീരുമാനിക്കുന്നു. നായകനായി അന്ന് ടോപ്പ് ഗൺ, റെയിൻമാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സ്റ്റാറായി നിൽക്കുന്ന ടോം ക്രൂസിനെയാണ് കാസ്റ്റ് ചെയ്തത്. ഭീകരവാദ ശ്രമങ്ങളും അസാധ്യമെന്ന് തോന്നുന്ന പ്രത്യേക ഓപ്പറേഷനുകളും നടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ ഏജൻസിയായ IMF അഥവാ ഇമ്പോസിബിൾ മിഷൻ ഫോഴ്സിന്റെ കഥയാണ് മിഷൻ ഇമ്പോസിബിൾ പറഞ്ഞത്. 1996 മെയ് 22 റിലീസ് ചെയ്ത മിഷൻ ഇമ്പോസിബിളിലെ ഉദ്യോഗജനകമായ സസ്പെൻസും ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകനെ സീറ്റിന്റെ അറ്റത്തേക്ക് വലിച്ചിരുത്തി. നായകൻ ഈതൻ ഹണ്ട് ചില്ല് പൊട്ടിത്തെറിച്ച് ഒഴുകിയെടുക്കുന്ന വെള്ളപ്പാച്ചിലിൽ നിന്ന് ഓടുന്ന രംഗവും ഹണ്ട് CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു ക്ലാസിഫൈഡ് ഫയൽ മോഷ്ടിക്കുന്ന രംഗവുമെല്ലാം സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധി നേടിയ സീനുകളിൽ ചിലതായി മാറി. ആക്ഷനോടും അതിസാഹസിക സ്റ്റണ്ട് രംഗങ്ങളോടും അങ്ങേയറ്റം കമ്പം കാണിച്ചിരുന്ന ടോം ക്രൂസ് മിഷൻ ഇമ്പോസിബിൾ ചിത്രങ്ങളെ തന്റെ ഭ്രാന്തൻ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമായിട്ടായിരുന്നു കണ്ടത്. മിഷൻ ഇമ്പോസിബിൾ 2 തുടങ്ങുന്നത് പർവ്വതാരോഹണത്തിനിടയിൽ വഴുതി വീണ് വക്കത്തൊറ്റ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ഈഥനെ കാണിച്ചുകൊണ്ടാണ്. MI3 ഷാങ്ഹായിലെ ഒരു ഭീമൻ ബിൽഡിങ്ങിന് മുകളിൽ നിന്നുള്ള ചാട്ടം, പാർക്കോർ വൈബ് തരുന്ന ക്ലൈമാക്സിലെ ഓട്ടം, ഗോസ്റ്റ് പ്രോട്ടോകോളിലെ ബുർജ് ഖലീഫ സ്റ്റണ്ട്, റോ നേഷനിൽ പറക്കുന്ന വിമാനത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഐതിഹാസിക രംഗം, ഇവയിലൂടെ മിഷൻ ഇമ്പോസിബിൾ ചിത്രങ്ങൾ സെറ്റ് ചെയ്തത് സ്പൈ ആക്ഷൻ ഫിലിം ജോണറിൽ മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്തൊരു സ്റ്റാൻഡേർഡാണ്. 6 മിനിറ്റോളം ശ്വാസം പിടിച്ച് നീന്തി ടോം ക്രൂസ് ഗിന്നസ് ബുക്കിൽ കയറിയതും മിഷൻ ഇമ്പോസിബിൾ ഫോൾ ഔട്ടിൽ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കുന്നതും ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊന്നിലേക്ക് വന്ന് ചാടി അദ്ദേഹത്തിന്റെ കാൽ ഫ്രാക്ചർ ആയതുമെല്ലാം സ്റ്റണ്ട് ഹിസ്റ്ററിയിലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഏടുകളാണ്. കാലൊടിഞ്ഞിട്ടും ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അയാൾ ഒടിഞ്ഞു തൂങ്ങിയ കാലുമായി എഴുന്നേറ്റ് വേച്ച് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യം ആത്മസമർപ്പണത്തിന്റെ പീക്കായിരുന്നു. കുട്ടിക്കാലത്ത് ഡിസ്ലെക്സിയ മൂലം മണ്ടനെന്ന് പഴികേട്ട് പഠിച്ച സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടോം ക്രൂസ് പിന്നീട് മിഷൻ ഇമ്പോസിബിൾ ചിത്രങ്ങൾക്ക് വേണ്ടി പഠിച്ചെടുത്ത സ്കില്ലുകൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ്. കമേഴ്ഷ്യൽ ജെറ്റുകൾ, ഫൈറ്റർ പ്ലെയിനുകൾ, എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ തുടങ്ങിയവ പറത്താനും ബോട്ടിംഗ്, പാരച്യൂട്ട്, സ്കൈ ഡൈവിംഗ് എന്നിവയിൽ എക്സ്പേർട്ട് ആവാനും 6 മിനിറ്റ് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു കിടക്കാനുമെല്ലാം ടോം ക്രൂസ് തന്നെ പരുവപ്പെടുത്തിയത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ഈ ആക്ഷൻ മൂവി സാഗയ്ക്ക് വേണ്ടിയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. മിഷൻ ഇമ്പോസിബിൾ സാഗയ്ക്ക് ഒരു യാത്രയയപ്പ് നൽകാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. നോർവേയിലെ പർവ്വതത്തിലൂടെ ബൈക്ക് ഓടിച്ച് താഴ്വരയിലേക്ക് ഒരു ചാട്ടമാണ്. ശരീരത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പാരച്യൂട്ടിലുള്ള വിശ്വാസം മാത്രമാണ് സിനിമാ ലോകത്തെ നടുക്കിയ ആ ചാട്ടത്തിന് പിറകിലെന്ന് വേണം കരുതാൻ. കാണികൾ കരഘോഷം മുഴക്കിയും കണ്ണീർ തൂവിയും ഏറ്റെടുത്തിരിക്കുന്ന ഫൈനൽ റെക്കണിംഗിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സാണ് പ്രായം. പറക്കുന്ന ബൈപ്ലെയിനിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു സംഘട്ടന്റെ രംഗമാണ് ഫൈനൽ റെക്കണിംഗിലെ ക്ലൈമാക്സിലേക്ക് ടോം ക്രൂസ് മാറ്റിവെച്ചത്. ആക്ഷൻ മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ചും ആണവായുധ ഭീഷണിയെക്കുറിച്ചും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധ ഭീഷണി ഉയർത്തി രാജ്യങ്ങൾ മല്ലിടുന്ന സാഹചര്യവും കണക്കിലെടുത്താൽ ഫൈനൽ റെക്കണിംഗിന് രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തിയുമുണ്ട്. COVID-19 അമേരിക്കയെ ആട്ടിയുലച്ചപ്പോൾ ഹോളിവുഡും ഷെഡിൽ കയറി. മിഷൻ ഇമ്പോസിബിളിന്റെ സെറ്റിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ക്രൂവിനോട് ടോം ക്രൂസ് ചീത്ത പറയുന്ന ഓഡിയോ വൈറലായി. അതിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്: രോഗബാധ മൂലം ആയിരക്കണക്കിന് ജോലികളാണ് തെറിച്ചത്. അവരെല്ലാം നമ്മളിലേക്കാണ് കണ്ണയച്ച് കാത്തിരിക്കുന്നത്. ഈ വ്യവസായത്തിന്റെ ഭാവി ഓർത്താണ് ഞാൻ ഇന്നും ഉറങ്ങാൻ കിടക്കുന്നത്. ദ ഫൈനൽ റെക്കണിംഗിലൂടെ ഈതൻ ഹണ്ടിന്റെ മാത്രമല്ല, OTT, പൈറസി, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പ്രേക്ഷകർ സിനിമയിൽ നിന്നും തിയേറ്റർ സംസ്കാരത്തിൽ നിന്നും പിന്തിരിയുന്ന മനോഭാവം പ്രകടിപ്പിച്ചപ്പോൾ അവരെ വീണ്ടും തിയേറ്ററുകളിലേക്ക് കൊണ്ടുവന്നു എന്ന ടോം ക്രൂസിന്റെ മിഷനും കൂടിയാണ് അക്കംപ്ലിഷ്ഡ് ആയത്. ഈതൻ ഹണ്ടിന്റെ ആ പ്രശസ്തമായ ഓട്ടത്തിന് മാത്രമാണ് ഇവിടെ അന്ത്യം. ടോം ക്രൂസ് പുതിയ കഥാപാത്രങ്ങളിലൂടെ അത് തുടരുക തന്നെ ചെയ്യും. കണ്ടല്ലോ, അങ്ങ് ഹോളിവുഡിൽ ടോം ക്രൂസ് ആണ് ഹീറോയെങ്കിൽ സംഘർഷഭരിതമായ മണിപ്പൂരിലെ ഒരു മലയാളി ഹീറോയെ പരിചയപ്പെടാം. കേരളത്തിലെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥനായിരുന്ന ആശിഷ് ദാസ് ഇപ്പോൾ മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ആശിഷ് ദാസുമായി സംസാരിച്ച 24news.com പ്രതിനിധി ശ്രുതി ഇവാന്റെ റിപ്പോർട്ടിലേക്ക്.
ഇത്രയും നാളത്തെ ഒരു അന്ധകാരത്തിന് ശേഷം കുറച്ച് പ്രകാശം എന്നുള്ള നിലയിൽ അങ്ങനൊരു ആഘോഷം അവർ ഭയങ്കരമായിട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിൽ മണിപ്പൂരിനെ രക്തകലുഷിതമാക്കിയ വംശീയ കലാപം തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുമ്പോൾ കുക്കി വിഭാഗക്കാരും മെയ്തേ വിഭാഗക്കാരും ആദ്യമായി ഒരു സ്ഥലത്ത് ഒന്നിച്ചെത്തി. ആയുധങ്ങളുമായി പോരടിക്കാനല്ല, സിറോയ് കുന്നുകളുടെ മകളായി പറയപ്പെടുന്ന സിറോയ് ലില്ലിപ്പൂക്കളെ കാണുവാൻ. പിങ്ക് നിറത്തിലെ ഈ പൂക്കൾ സമാധാനം കാത്തിരിക്കുന്ന ജനതയുടെ വലിയ പ്രതീക്ഷയാണ്. ഒപ്പം ഒരു മലയാളി ഇതിന് പിന്നിലുണ്ട് എന്നത് കേരളത്തിനും അഭിമാനം. കൊല്ലംകാരനായ ജില്ലാ കളക്ടർ ആശിഷ് ദാസ് ആണത്. ഇദ്ദേഹം കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന നാഗാഭൂരിപക്ഷ ജില്ലയായ ഉക്രുലിലാണ് സിറോയ് ലില്ലി ഫെസ്റ്റിവൽ നടന്നത്. കലാപത്തിന്റെ ചോരയുടെ ഗന്ധമേറ്റ് തളർന്നു പോയ ജനത എല്ലാ ഭീഷണികളെയും മറികടന്ന് അന്ധകാരത്തിൽ പ്രകാശം കണ്ട പോലെ ഇവിടേക്കെത്തിയെന്ന് കളക്ടർ ആശിഷ് ദാസ് പറയുന്നു. ഒരു ചേഞ്ച് ഉണ്ട്, ആളുകൾക്ക് മാറ്റം വേണമെന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, റിസ്ക് എടുത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് അവർ. അപ്പോൾ അവർക്ക് അങ്ങനൊരു ആഘോഷം അവർ ഭയങ്കരമായിട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ ഒരു അന്ധകാരത്തിന് ശേഷം കുറച്ച് പ്രകാശം എന്നുള്ള നിലയിൽ ആ ഒരു ആഘോഷം അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നെനിക്കറിയില്ല. പക്ഷേ ഇതൊരു നല്ല തുടക്കമാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവൺമെന്റ് ഒരുപാട് തരത്തിലുള്ള എഫേർട്ട് എടുത്തിരുന്നു. അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തില്ല. ഈ 2 ഗ്രൂപ്പുകളെ ഒരുമിച്ചിരുത്തിയിട്ടുള്ള ചർച്ചകളും പല ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടെടുത്ത എഫേർട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് കണക്കൊരു പ്രോഗ്രാം നടക്കുന്നതും ഇത്രയും സുരക്ഷാ ഭീഷണിയുള്ളൊരു സാഹചര്യമാണിത്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയലൻസ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. നാട്ടിൽ വിളക്കുടി ഫയർ ആൻഡ് റെസ്ക്യൂ സെന്ററിലെ ഫയർമാനായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ സർവീസിലേക്ക് സെലക്ട് ആവുന്നത്. അങ്ങനെ നാട്ടിലെ തീയണച്ച ഫയർമാൻ ഇപ്പോൾ മണിപ്പൂർ സംഘർഷത്തിലെ തീയണയ്ക്കുന്ന കളക്ടർ സ്ഥാനത്തേക്ക്. സ്ഥലം മാറിയെങ്കിലും തീയണയ്ക്കുന്നത് തന്നെയാണ് പണിയെന്ന് കളക്ടർ തന്നെ പറയുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല ഇത്. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്കെയിലുള്ള വയലൻസ് ഒക്കെ ആയിരുന്നു ഇവിടെ. വളരെ കുറച്ച് ആളുകളെ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാനുള്ളൂ. ഇപ്പൊ കേരളത്തിൽ നമുക്ക് പോപ്പുലർ ഒപ്പീനിയനെതിരെ നമുക്ക് വിമർശിക്കാൻ പറ്റും. ഇവിടെ വിമർശിക്കാൻ പറ്റില്ല. ഇവിടെ വിമർശിക്കുന്നവരെ അവർ ആക്രമിച്ചു കളയും, സ്വന്തം കമ്മ്യൂണിറ്റി ആക്രമിക്കും. സ്ഥലം മാറിയുന്നേ ഉള്ളൂ, തീയണയ്ക്കുന്ന തന്നെ പണിയാണ്. അവിടെ ഇവിടെ മാറ്റമൊന്നുമില്ല. മണിപ്പൂരിന്റെ സംസ്ഥാന പുഷ്പമായ സിറോയ് ലില്ലി തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ്. മണിപ്പൂരിലെ സിറോയ് കുന്നുകളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രമേ അവ വളരൂ എന്നും മറ്റൊരിടത്തും ഈ പൂക്കൾ ഇല്ല എന്നുമാണ് പറയുക. കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും അവർ മറ്റിടങ്ങളിലും ഈ ചെടി നട്ടുപിടിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സിറോയ് ലില്ലി സിറോയ് കുന്നുകളുടെ മകൾ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഒരു കോപ്പിയടി വിഭാഗത്തിലേക്കാണ്. സ്കൂളിലൊക്കെയുള്ള അല്ലറച്ചില്ലറ കോപ്പിയടി അല്ല കേട്ടോ, ഇത് ടെക് ഭീമന്മാർക്കിടയിലെ കോപ്പിയടിയാണ്. വാട്സപ്പ് ഒരു കോപ്പിയടി വീരനാണത്രേ. ടെലഗ്രാമിന്റെ എല്ലാ ഫീച്ചറുകളും വാട്സപ്പ് കോപ്പിയടിക്കുന്നു എന്നുള്ളതാണ് പരാതി. ജയേഷ് കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എങ്ങനെയെല്ലാം ഒരു ഫീച്ചർ കണ്ടുപിടിച്ച് കൊണ്ടുവന്നോ അതിന്റെ എല്ലാം ഒരു ചീപ്പ് കോപ്പി വാട്സപ്പിലും എത്തും. ഇനി ഇത് വെച്ചു പൊറുപ്പിക്കാൻ തയ്യാറല്ലെന്നാണ് ടെലിഗ്രാം സഹസ്ഥാപകനും സിഇഒയുമായ ശതകോടീശ്വരൻ പവൽ ഡ്യൂറോവ് പറയുന്നത്. വാട്സപ്പിൻ്റേത് വല്ലാത്തതരം കോപ്പിയാണെന്നാണ് ഡ്യൂറോ വിമർശിക്കുന്നത്. ഒരു ഫീച്ചറാണെങ്കിൽ പോകട്ടെ എന്ന് വെക്കാം. ഇപ്പോൾ നിരവധി ഫീച്ചറുകളാണ് ടെലിഗ്രാമിൽ നിന്ന് വാട്സപ്പിൽ എത്തിയിരിക്കുന്നതെന്ന് ഡ്യൂറോവ് ആരോപിക്കുന്നത്. 2013 മുതൽ കോപ്പിയടി നടക്കുന്നുവെന്നാണ് ഡ്യൂറോവ് പറയുന്നത്. വാട്സപ്പ് കോപ്പിയടിച്ച ചില ഫീച്ചറുകൾ ഡ്യൂറോവ് പുറത്തുവിട്ടിട്ടുമുണ്ട്. കോപ്പിയടി കണ്ടുപിടിക്കാൻ ഇപ്പോഴിതാ ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ടെലഗ്രാം. വെറുമൊരു മത്സരമല്ല, ലക്ഷാധിപതിയാകാനുള്ള മത്സരമാണ് പവൽ ഡ്യൂറോവ് സംഘടിപ്പിക്കുന്നത്. വിജയികളെ കാത്തിരിക്കുന്നതാകട്ടെ $50,000. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ടെലിഗ്രാമിന്റെ ഫീച്ചറുകൾ വാട്സപ്പ് എങ്ങനെയാണ് കോപ്പി അടിക്കുന്നതെന്ന് കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, അതൊരു വീഡിയോ ആയിട്ട് നിർമ്മിക്കുകയും ചെയ്യണം. ഇത് ചെറിയ മത്സരമായി തോന്നിയാലും ഇതിന് പിന്നിൽ ഡ്യൂറോവിന് വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട്. വാട്സപ്പിൽ കാണപ്പെടുന്ന ജനപ്രിയ ഫീച്ചറുകൾ ആദ്യം ടെലിഗ്രാമിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ഡ്യൂറോവിന്റെ ലക്ഷ്യം. ടെലഗ്രാമിൽ നിന്ന് കോപ്പി അടിച്ചെന്ന് ആരോപിക്കുന്ന 30 ഫീച്ചറുകൾ മത്സരാർത്ഥികൾക്കായി ഡ്യൂറോവ് പുറത്തിറക്കിയിട്ടുണ്ട്. ലിസ്റ്റ് പൂർണ്ണമല്ല എന്നാണ് ഡ്യൂറോവ് പറയുന്നത്. എന്നാൽ വാട്സപ്പ് നൽകാത്ത നിരവധി ടൂളുകൾ ടെലിഗ്രാം ഇപ്പോഴും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മത്സരത്തിൽ പ്രായപരിധിയോ മത്സരാർത്ഥികൾ എങ്ങനെയാകണമെന്നോ എന്നിങ്ങനെയുള്ള നിബന്ധനകളൊന്നും തന്നെയില്ല. മത്സരത്തിൽ ഏക നിബന്ധന വീഡിയോ 180 സെക്കൻഡിൽ കുറഞ്ഞ ദൈർഘ്യമായിരിക്കണമെന്നത് മാത്രമാണ്. വീഡിയോ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 26.
വിജയികളെ ജൂണിൽ തന്നെ പ്രഖ്യാപിക്കും. വീഡിയോ ഇംഗ്ലീഷിലായിരിക്കണം. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അനുയോജ്യമായിരിക്കണം എന്നിവയാണ് മത്സരത്തിലെ മറ്റ് ചെറിയ നിബന്ധനകൾ. വാട്സപ്പിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയ ഫീച്ചറുകളായ ചാനലുകൾ, മെസ്സേജ് എഡിറ്റ് ഓപ്ഷൻ, ലിങ്ക് പ്രിവ്യൂ, ചാറ്റ് ഫോൾഡേഴ്സ്, പോൾസ്, സ്റ്റിക്കേഴ്സ്, വോയിസ് ടെസ്റ്റ്, മെസ്സേജ് റിയാക്ഷൻ, ഡോക്യുമെന്റ് ഷെയറിംഗ്, ഡാർക്ക് മോഡ്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നിങ്ങനെ നിരവധി ഫീച്ചറുകൾ ടെലിഗ്രാമിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ഡ്യൂറോ അവകാശപ്പെടുന്നുണ്ട്. ഇങ്ങനെ 80% ഫീച്ചറുകളും വാട്സപ്പ് ടെലിഗ്രാമിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഡ്യൂറോ അവകാശപ്പെടുന്നത്. ഇത് ആദ്യമായല്ല ഡ്യൂറോ വാട്സപ്പിനെതിരെ രംഗത്തെത്തുന്നത്. ആശാന് പണ്ടേ ടെക് ലോകത്തെ വമ്പനായ വാട്സപ്പിനോട് ഇഷ്ടക്കേടുണ്ട്. 2022 വാട്സപ്പ് പ്ലാറ്റ്ഫോമിൽ ഉപഭോക്തൃ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ബിൽറ്റ് ഇൻ ബാക്ക് ഡോറുകൾ ഉണ്ടെന്ന ഗുരുതര ആരോപണം ഡ്യൂറോ ഉയർത്തിയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെസ്സേജിംഗ് ആപ്പ് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ആഹ്വാനം വരെ ഡ്യൂറോ നടത്തി. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ധനികനാകണോ എന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപകരണത്തിലെ എല്ലാ ആപ്പുകളിൽ നിന്നുള്ള ഡേറ്റയും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഡ്യൂറോ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പുകളുടെ വിഭാഗത്തിൽ വാട്സപ്പിന് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ആപ്പാണ് ടെലിഗ്രാം. ഇനി പോകുന്നത് കുറച്ച് ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്കാണ്. IPL 2025 അവസാന ഘട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആര് കപ്പ് ഉയർത്തുമെന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഒരു സൈഡിലൂടെ അങ്ങ് നടക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു ചർച്ച കൂടി ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. ധോണി വിരമിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. കിഷോർ തോമസ് ചേരും. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും ഉയർന്ന ഇടങ്ങളിലൊന്നിൽ അയാൾ ഉറപ്പായും സ്ഥാനം പിടിക്കും. 2 ലോക കിരീട നേട്ടങ്ങളും, 1 ചാമ്പ്യൻസ് ട്രോഫിയും, 5 IPL കിരീടങ്ങളും, 2 ചാമ്പ്യൻസ് ലീഗ് T20 കിരീട നേട്ടങ്ങളും നേടിയ ധോണി ക്രിക്കറ്റിലെ ജീനിയസ് ക്യാപ്റ്റൻ കൂൾ തന്നെയാണ്. ഏറ്റവും മികച്ച ഫിനിഷർമാരുടെ കൂട്ടത്തിലും സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ തട്ട് അത് താഴ്ന്നു തന്നെയിരിക്കും. അവിടെയും തീർന്നില്ല. ലോക ക്രിക്കറ്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കീപ്പർമാരുടെ പട്ടികയിലും മികവുറ്റൊരു സ്ഥാനം ക്രിക്കറ്റിലെ മഹേന്ദ്ര ജാലക്കാരനുണ്ട്. ക്രിക്കറ്റിൽ ഈ റാഞ്ചിക്കാരൻ നേടിയ തിളക്കമുള്ള നേട്ടങ്ങൾ ഇതിഹാസം എന്ന തലപ്പാവ് തന്നെയാണ് ധോണിക്ക് സമ്മാനിക്കുന്നത്. ക്രിക്കറ്റുള്ള കാലം അത്രയും ഇനി ക്രിക്കറ്റ് ഇല്ലാത്തൊരു കാലം ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കരുത്. എന്നാൽ അന്നും ധോണി ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ തിളക്കമുള്ള കുപ്പായം അണിയുമെന്ന് ഉറപ്പാണ്. 2014 ഡിസംബർ 30-നാണ് ധോണി ടെസ്റ്റിൽ നിന്നും വിരമിക്കുന്നത്. ഓസീസിനെതിരായ മെൽബൺ ബോക്സിംഗ് ഡേ ടെസ്റ്റിന് ശേഷമുള്ള വിരമിക്കൽ ആരാധകരും സഹതാരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും നനച്ചിരിക്കാത്തൊരു നേരത്തുണ്ടായതാണ്. അവസാന മത്സരത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിലെ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകളുടെ ഭാഗമായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന അന്നത്തെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി മത്സരമെന്ന് സമനിലയിലാക്കാൻ ബാറ്റ് കൊണ്ടും ശ്രമിച്ചാണ് ധോണിയുടെ വിടവാങ്ങൽ. താരത്തിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയെക്കുറിച്ചെന്ന് വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉയർന്നു കേട്ട് തുടങ്ങിയിരുന്നെങ്കിലും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക തന്നെയാണ് ധോണി ചെയ്തത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 2020 ഓഗസ്റ്റ് 15-നാണ് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു നേരത്ത് ധോണി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. ജൂലൈ 10, 2019 കിവീസിനെതിരായ ലോകകപ്പ് സെമി പോരാട്ടമായിരുന്നു അവസാന മത്സരം. ആരാധകരൊന്നും ഞെട്ടിയെങ്കിലും മറ്റാർക്കും വിലങ്ങുതടിയാകാതെ ആരുടെയും അവസരത്തിന് മുകളിൽ തന്റെ ക്യാപ്റ്റൻ സ്ഥാനം കൊണ്ടും സീനിയോറിറ്റി കൊണ്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ ഒരു വിടവാങ്ങൽ മത്സരത്തിന് പോലും കാത്തു നിൽക്കാതൊരു വിടപറച്ചൽ തന്നെയായിരുന്നു ധോണിയുടേത്. അതിനുശേഷവും CSKയുടെ തലയായി IPL പോരാട്ടവേദിയിൽ ധോണി തുടർന്നു, ഇപ്പോഴും തുടരുന്നു. 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും പഴയതുപോലെയല്ല. 2025 ധോണിക്ക് ഒട്ടും നല്ല കാലമല്ല. കീപ്പിംഗിൽ ധോണി സ്പെഷ്യൽ മിന്നൽ പിണറുകൾ ഇപ്പോഴും IPL-ൽ സംഭവിക്കുന്നുണ്ടെങ്കിലും ബാറ്റിംഗിൽ പ്രതാപകാലത്തിന്റെ നിഴൽ പോലും ആകാതെ ഉഴറുകയാണ് ധോണി. മത്സരം ഫിനിഷ് ചെയ്യാനാകാതെ പരാജിതന്റെ കുപ്പായം അണിയുന്ന ധോണിയെ 2025-ൽ പലകുറി നമ്മൾ കണ്ടു. 8-ാം നമ്പറിലടക്കം ബാറ്റ് ചെയ്യാനെത്തുന്ന താരം ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കുന്നേയില്ല. ഇടയ്ക്ക് സംഭവിക്കുന്ന സിക്സറുകൾ ആരാധകരുടെ കയ്യടി നേടാൻ ഇടയാക്കുന്നു എന്നതിനപ്പുറം ടീമിന്റെ വിജയത്തിന് അതൊരിക്കലും അടിസ്ഥാനമാകുന്നില്ല എന്നതാണ് സത്യം. മുൻപ് ധോണിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച താരത്തിന് പക്ഷേ അത്തരമൊന്ന് ഇപ്പോൾ ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. ധോണിയുടെ കാൽമുട്ടുകൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു. റിഫ്ലക്ടറും താഴേക്കാണ്. ഇനിയും മുന്നോട്ട് പോയി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ധോണി IPL-ൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത് പറഞ്ഞ വാക്കുകളാണിത്. ശ്രീകാന്തിന്റെ വാക്കുകളെ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. 43 പിന്നിട്ട ധോണിക്ക് പഴയ ധോണിയാകാൻ കഴിയുക എന്നത് സംശയം തന്നെയാണ്. പക്ഷേ അത് ചില ആരാധകർക്ക് അംഗീകരിക്കാനാകില്ലെങ്കിലും സിംഗിളുകൾ ഡബിളുകളാക്കി മാറ്റുന്ന ധോണി വേഗതയ്ക്കും കൈമോശം വന്നിട്ടുണ്ട്. 100-ന് താഴെ സ്ട്രൈക്ക് റേറ്റിൽ ധോണിയുടെ ബാറ്റിംഗ് അത് ആരാധകരെയും കടുത്ത ആരാധകരെ പോലും മടുപ്പിക്കുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടായേ മതിയാവും. ഋതുരാജ് ഗെയ്ക്വാദിന് പകരം ക്യാപ്റ്റൻ ആയിട്ടും കാര്യങ്ങൾ അത്ര ശരിയാകുന്നില്ല. തുടർച്ചയായി പരാജയപ്പെടുകയാണ് CSK. അതിനിടയിൽ വിരമിക്കലിനെ പറ്റിയുള്ള ഇക്കൊല്ലത്തെ ചോദ്യത്തിന് അടുത്ത സീസണിന് ഇനിയും സമയമുണ്ടല്ലോ എന്നായിരുന്നു ധോണിയുടെ മറുപടി. പക്ഷേ ധോണി വിരമിക്കലിന്റെ സാധ്യത കൂട്ടിക്കൊണ്ട് മറ്റു ചില സംഭവങ്ങളും ഈ കഴിഞ്ഞ ആഴ്ച നടന്നു.
CSK മത്സരത്തിന് ശേഷം CSK പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് സഞ്ജു സാംസണുമായി അരമണിക്കൂറോളം സംസാരിച്ചത് സഞ്ജുവിന്റെ CSK പ്രവേശനത്തിന്റെ മുന്നോടിയാണെന്നാണ് ആരാധകരുടെ പക്ഷം. ധോണിയെ ഗുരുതുല്യനായി കാണുന്ന സഞ്ജു ധോണിക്ക് പിൻഗാമിയായി CSKയിൽ എത്തുന്നതിന് സാധ്യതയുണ്ട് താനും. RRന്റെ അവസാന മത്സരത്തിന് ശേഷം സഞ്ജു പറഞ്ഞ ഗുഡ് ബൈ ധോണി വിരമിക്കലിന്റെയും സഞ്ജു ചെന്നൈ പ്രവേശനത്തിന്റെയും സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. 18ാം ഓവറിൽ തനിക്ക് ബാറ്റ് ചെയ്യാൻ എത്താൻ കഴിയുന്ന ഒരു ടീമിനെ ധോണി വളർത്തിയെടുക്കുകയാണെന്ന് ആകാശ് ചോപ്ര തമാശയായി കളിയാക്കി പറഞ്ഞതാണെങ്കിലും ഇനിയും വിരമിച്ചൂടെ എന്ന് ചോദിക്കുക തന്നെയാണ് ആ വാക്കുകളിലൂടെ ചെയ്തത്. ധോണി വിരമിച്ച് മറ്റൊരാൾക്ക് അവസരം കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. ആരാധക ആവേശത്തിന്റെ നടുവിലൂടെ ക്രീസിലേക്ക് നടന്നു വന്ന് പെട്ടെന്ന് പുറത്തായി മടങ്ങുന്ന ധോണിയെ ഇനിയും കാണുക എന്നത് ഹൃദയം മുറിക്കുന്നതിന് തുല്യം തന്നെയാണ്. അയാൾ ക്രിക്കറ്റിൽ വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു പരിശീലകനായി വിരമിച്ചതിന് ശേഷം തിരിച്ചു വരട്ടെ. അതിനായി കാത്തിരിക്കാം. അതാകും നല്ലത്. ട്രംപിന്റെ മടയായ വൈറ്റ് ഹൗസിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെ മെരുക്കാൻ ട്രംപ് ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് കേൾക്കുന്നത്. ട്രംപ് 5 ഡയലോഗ് അങ്ങോട്ടടിച്ചപ്പോൾ നമ്മുടെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഒരു 5 ഡയലോഗ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഡയലോഗിന്റെ വിശേഷങ്ങളുമായി ഹരിഷ്മ ചേരും. Excuse me, turn the lights down and just put this on. It's right behind you. Johan. ട്രംപിന്റെ ഓവൽ ഓഫീസ് ഒരു തീച്ചൂളയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലോക നേതാക്കൾക്ക്. മാസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഓവൽ ഓഫീസിലെത്തിയപ്പോൾ ട്രംപും പരിവാരങ്ങളും കാട്ടിക്കൂട്ടിയത് ലോകം കണ്ടതാണ്. സെലൻസ്കിയെ വിമർശനങ്ങളിൽ പൊതിഞ്ഞ് അടിച്ചു പിരിഞ്ഞ ഒരു ഓവൽ ചർച്ചയായിരുന്നു അത്. അതേ അടവാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ എത്തിയപ്പോഴും ട്രംപ് പ്രയോഗിക്കാൻ നോക്കിയത്. എന്നാൽ റാമഫോസ ഓവൽ ഓഫീസിലെത്തിയത് ട്രംപിന് വിറ്റ കാശും കീശയിലിട്ടായിരുന്നു. It will take President Trump listening to the voices of South Africans, some of whom are his good friends, like those who are here. When we have talks between us on the around a quiet table, I would say if there was Afrikaner farmer genocide, I can bet you these 3 gentlemen would not be here, including my Minister of Agriculture. He would not be with me. So it will take him, President Trump, listening to their stories, to their perspective. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കഴിഞ്ഞ ആഴ്ച റാമഫോസയുടെ അമേരിക്കൻ സന്ദർശനം. 30% തീരുവയാണ് ദക്ഷിണാഫ്രിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ചുമത്തുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ട്രംപുമായുള്ള ചർച്ച നിർണായകമായിരുന്നു. ഇതിനിടയ്ക്കാണ് ഓണത്തിനിടയിലെ പുട്ടുകച്ചവടം പോലെ ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാർ കടുത്ത വിവേചനം നേരിടുന്നുവെന്ന ആരോപണം ട്രംപ് എടുത്തിട്ടത്. ഇത് തെളിയിക്കാൻ വീഡിയോ ദൃശ്യങ്ങളും പത്ര കട്ടിങ്ങുകളുമായി ഓവൽ ഓഫീസ് ഇതുവരെ കാണാത്ത ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. Excuse me, turn the lights down and just put this on. It's right behind you. Over 1,000 of white farmers, and those cars are lined up to pay love on a Sunday morning. There's approximately 1,000 of them. They're all white farmers, the family of white farmers. Have they told you where that is, Mr. President? No, I'd like to know where that is, because this I've never seen. വെളുത്ത വർഗ്ഗക്കാർ ദക്ഷിണാഫ്രിക്കയിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയാവുകയാണ്. വെളുത്ത വർഗ്ഗക്കാരായ കർഷകരാണ് കൂടുതലും പീഡനത്തിന് ഇരയാവുന്നത്. അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയാണ്. കടുത്ത പീഡനം നേരിടുന്നതായി നിരവധി പേർ ഞങ്ങളെ അറിയിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ജീവനും കൊണ്ട് നാട് വിടുകയാണവർ എന്നിങ്ങനെ പോകുന്നു ട്രംപിന്റെ ആരോപണം. കറുത്ത വർഗ്ഗക്കാരനല്ലാത്തതുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് പരിഭവം പറഞ്ഞ ശതകോടീശ്വരൻ മസ്കും എല്ലാം കേട്ട് സോഫയും ചാരി നിൽപ്പുണ്ടായിരുന്നു. ട്രംപിന്റെ പ്രഹസനങ്ങൾ കണ്ട് ഏറെക്കുറെ നിർവികാരനായിരിക്കുകയായിരുന്നു റാമഫോസ. അവസരം വന്നപ്പോൾ പൊള്ളയായ ആരോപണങ്ങൾക്ക് കിറുകൃത്യം മറുപടിയും നൽകുന്നുണ്ട് അദ്ദേഹം. ഞങ്ങളുടെ രാജ്യത്ത് ക്രിമിനലുകൾ ഉണ്ടെന്നത് സത്യമാണ്. നിർഭാഗ്യവശാൽ ആളുകൾ കൊല്ലപ്പെടുന്നുമുണ്ട്. എന്നാൽ അവരിൽ ഭൂരിഭാഗവും കറുത്ത വർഗ്ഗക്കാർ തന്നെയാണ് എന്നാണ് റാമഫോസ ചൂണ്ടിക്കാട്ടിയത്. ട്രംപിന്റെ വാദങ്ങൾ തെളിഞ്ഞാൽ തന്റെ കാർഷിക മന്ത്രി പോലും തൽസ്ഥാനത്ത് ഉണ്ടാവില്ലെന്നും അദ്ദേഹം ഉറച്ച ഭാഷയിൽ പറയുന്നുണ്ട്. ട്രംപിന്റെ പ്രകോപനങ്ങൾ വകവെക്കാതെ ശാന്തസ്വരൂപനായി പോയിന്റ് ടു ദ പോയിന്റ് വിശദീകരിച്ച് ഓവൽ ഓഫീസ് വിട്ടിറങ്ങിയ റാമഫോസയ്ക്ക് കയ്യടിയും കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നു മുതൽ വരാനിരിക്കുന്ന പുതിയ ട്രെൻഡിംഗ് വിശേഷങ്ങളുമായി ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധൻ ജൂൺ 4. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.